അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു തരുന്ന ആശയം നോക്കൂ. മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് പറയാണ്, ആയിഷ, ഞാൻ മരിക്കുന്നതിന്റെ മുമ്പെങ്ങാനും നീയാണ് മരിക്കുന്നതെങ്കിൽ നിന്നെ ഞാൻ കുളിപ്പിക്കും ആയിഷ, ഞാൻ കഫൻ ചെയ്യും, ഞാൻ നമസ്കരിച്ച് ഞാൻ കൊണ്ടുപോയി ഞാൻ തന്നെ മറമാടും. അപ്പൊ ഭാര്യ മരിച്ചാൽ ധൈര്യമുണ്ടെങ്കിൽ ഭർത്താവിന് കുളിപ്പിക്കാം. ഭർത്താവ് മരിച്ചാൽ ഭാര്യയ്ക്ക് ധൈര്യമുണ്ടോ, ഭാര്യയ്ക്ക് തന്നെ നേരിട്ട് ഭർത്താവിനെ കുളിപ്പിക്കാം. അങ്ങനെ കുളിപ്പിച്ച ചരിത്രങ്ങൾ, സംഭവങ്ങൾ സഹാബിമാരുടെ ചരിത്രത്തിൽ കഴിഞ്ഞുപോയിട്ടുമുണ്ട്. സാന്ദർഭികമായിട്ട് അത് ഓർമ്മപ്പെടുത്തിയെന്നേയുള്ളൂ. എന്തായിരുന്നാലും സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ രോഗത്തിന്റെ തുടക്കം അങ്ങനെയായിരുന്നു എന്ന് മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു. ഇനി അവിടത്തേക്ക് രോഗം കഠിനമായി തുടങ്ങണം. ഇതിപ്പോ അതിന്റെ ഒരു തുടക്കമാണ്. ആ കഠിനമായി തുടങ്ങുന്ന അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ചിടത്തോളം ഇടയ്ക്കിടെ അവിടത്തേക്ക് ചില വേദനകൾ ഇങ്ങനെ വരുന്നുണ്ട്. കാരണം അവിടുത്തെ ശരീരത്തിൽ അപ്പോഴും വിഷത്തിന്റെ ചില ബീജങ്ങൾ ഇങ്ങനെ ബാക്കി ഓടുന്നുണ്ട്. അത് നബിയെ വല്ലാതെ വിഷമിപ്പിച്ചിരുന്നു. ഏത് വിഷം? ഖൈബറിൽ ജൂതസ്ത്രീ കൊടുത്ത വിഷം. ഖൈബറിൽ ജൂതസ്ത്രീ കൊടുത്ത വിഷം പുന്നാരമുത്ത് നേതാവിന്റെ ശരീരത്തിൽ അവിടെവിടെയായി വല്ലാത്ത വേദന സൃഷ്ടിച്ചിരുന്നു. മരണത്തിന്റെ വേദന. മരണ ദിവസങ്ങളിൽ അഥവാ മരണത്തിന്റെ തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ നബി അതിങ്ങനെ ഇടക്കിടക്ക് ആവർത്തിച്ചു പറയാറുണ്ട്. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, അല്ലാഹുവിന്റെ റസൂല് വഫാത്തായി പോകുന്ന രോഗത്തിൽ അവിടുന്ന് ഇടക്കിടെ ഇങ്ങനെ പറയും, യാ ആയിഷ മാ അസാലു അജിദു അലമത് തആമില്ലദീ അകൽതു ബിഖൈബറ ഫഹാദാ അവാന വജത്തും ഖിതാഅ അബ്ഹരി മിൻ ദാലിക സും. ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ആയിഷ മാ അസാലു അജിദു, എനിക്കിപ്പോഴും വല്ലാതെ അനുഭവപ്പെട്ടുകൊണ്ടേയിരിക്കുന്നല്ലോ, അലമത്വാമില്ലദീ അകൽതു ബിഖൈബറ, ഖൈബറിൽ വെച്ച് ഞാൻ കഴിച്ച ആ ഭക്ഷണത്തിന്റെ വേദന. ഖൈബറിൽ ജൂതസ്ത്രീ റസൂലുള്ളാഹിക്ക് വിഷം പുരട്ടിയ മാംസം കൊടുത്തില്ലേ, അവിടുന്ന് കുറച്ച് വായിൽ വെച്ചിട്ടേ ഉള്ളൂ. അപ്പോഴേക്ക് വഹി കിട്ടി, നബിയെ വിഷമാണ്, അവിടുന്ന് തുപ്പിക്കളഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ ഒരു തുപ്പുനീരിന്റെ ഒരു അംശം എങ്ങനെയോ അവിടുത്തെ ശരീരത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ വിഷത്തിന്റെ കഠിനം എത്രയാണ്! കഴിച്ചിട്ടില്ല വിഷം, വായിലിട്ടിട്ടേയുള്ളൂ, ഉമിനീരുമായി ഇച്ചിരി ഒന്ന് കലർപ്പ് വന്നിട്ടേയുള്ളൂ. നിങ്ങൾ നോക്കണം, ഒരുപാട് സംഭവങ്ങൾ നമുക്കതൊക്കെ മനസ്സിലാക്കി തരുന്നുണ്ട്. നിങ്ങൾ നോക്കണം, സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ പ്ലാൻ ചെയ്തതാണ്. ആ ഒരു വധശ്രമത്തിൽ നിന്ന് പുന്നാര നേതാവ് രക്ഷപ്പെട്ടതാണ്. അല്ലാഹുവിന്റെ വലിയ തൗഫീഖ് ഉണ്ടായതാണ്. അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, നബിയെ സത്യത്തിന്റെ സന്ദേശം നിങ്ങൾ ജനങ്ങളോട് പേടിയില്ലാതെ പറഞ്ഞു കൊടുക്കണം. ആർക്കിഷ്ടമാണോ എന്ന് നോക്കേണ്ടതില്ല, അനിഷ്ടമാണോ എന്ന് പരിഗണിക്കേണ്ടതില്ല. നിങ്ങളെപ്പോഴും അള്ളാന്റെ ദീന് വളരെ കൃത്യമായി ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണം. നബിയേ, യാ അയ്യുഹർ റസൂലു ബല്ലിഗ് മാ ഉൻസില ഇലൈക മിർ റബ്ബിക وإن لم تفعل فما بلغت رسالته والله يعصمك من الناس. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അല്ലാഹുവിന്റെ കൽപ്പനയാണ്, ഓ റസൂലേ, ബല്ലിഗ്, നീ എത്തിച്ചു കൊടുക്കണം, മാ ഉൻസില ഇലൈക മിർ റബ്ബിക, അങ്ങയുടെ റബ്ബിങ്കൽ നിന്ന് അവതരിക്കപ്പെട്ടിട്ടുള്ള ദീന് ജനങ്ങളോട് ആർക്കിഷ്ടല്ലെങ്കിലും ഇഷ്ടമാണെങ്കിലും അതൊന്നും നോക്കേണ്ടതില്ല. മുഖം നോക്കിയല്ല പ്രസംഗിക്കേണ്ടത്, സദസ്സ് നോക്കിയിട്ടല്ല പ്രസംഗിക്കേണ്ടത്, അള്ളാഹിനോടാണ് പ്രതിബദ്ധത വേണ്ടത്. ജനത്തിന് ഇഷ്ടമുള്ളത് മാത്രം പറയുക, ഇഷ്ടമില്ലാത്തത് തൽക്കാലം മാറ്റിവെക്കുക. ജനാഭിലാഷമല്ല മാനിക്കേണ്ടത്, പടച്ച റബ്ബിന്റെ അഭിലാഷമാണ് മാനിക്കേണ്ടത്. അതുകൊണ്ട് അള്ളാന്റെ അടുക്കൽ നിന്ന് അവതീർണമായി കിട്ടിയിട്ടുള്ള സത്യത്തെ മുഴുവനും ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണം നബിയേ. അങ്ങനെ നിങ്ങൾ ചെയ്യാൻ ഒരുക്കമില്ലെങ്കിലോ അള്ളാന്റെ സന്ദേശം നിങ്ങൾ എത്തിച്ചവനാവുകയില്ല. ഒരാളെയും പേടിക്കണ്ട നബിയേ. വല്ലാഹു യഅ്സിമുക മിനന്നാസ്, സർവ്വ ജനങ്ങളുടെയും ശർറുകളിൽ നിന്ന് അള്ളാഹ് നിങ്ങൾക്ക് കാവൽ നൽകുക തന്നെ ചെയ്യും. അത് അള്ളാന്റെ ഓഫറാണ്, അള്ളാന്റെ ഓഫറാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പലരും പലതും ചെയ്യാൻ നോക്കിയിട്ടില്ലേ, അവിടുത്തെ അവസാനിപ്പിക്കാൻ അവർക്കാർക്കും കഴിഞ്ഞിട്ടില്ല. അത് അള്ളാന്റെ കാവലാണ്.
അതാ ഇവിടെയും സംഭവിച്ചത്. നോക്കൂ, എന്നാലും ആ വേദന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണം വരെ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് പറയാണ്, ആയിഷ, അന്ന് ഖൈബറിൽ വെച്ച് ഞാൻ കഴിച്ച ആ ഭക്ഷണത്തിന്റെ ആ വേദന ഇന്നും എന്റെ ജീവനാടിയെ മുറിച്ചു കളയുന്ന നിലക്ക് ആ വിഷം എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഏറ്റ ആ വിഷം മരണം വരേക്കും അവിടുത്തെ വല്ലാതെ വിഷമിച്ചിട്ടുണ്ട് എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ആ വേദന കൂടി വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ താമസം എവിടേക്കാണ് മാറ്റാൻ ഉദ്ദേശിക്കുന്നത്, അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ആഗ്രഹത്തിലൂടെ മറ്റു ഭാര്യമാരോട് പറയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഇൻഷാ അല്ലാഹ് അവിടുന്ന് അങ്ങോട്ടുള്ള അതിന്റെ മറ്റു വിഷയങ്ങൾ നമുക്ക് അടുത്ത അവസരത്തിൽ ചർച്ച ചെയ്യാം. റഹ്മുർ-റഹീമീനായ നാഥൻ ഇസ്ലാമികമായ കാര്യങ്ങളെ യഥാർത്ഥമായ നിലക്ക് മനസ്സിലാക്കുവാനും അതിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാനുള്ള പാഠങ്ങൾ ജീവിതത്തിൽ പകർത്തി നല്ലൊരു രൂപത്തിലുള്ള ജീവിതം നയിക്കുന്ന നല്ലവരിൽ ഉൾപ്പെടുവാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. മുന്നിൽ വന്നുപോയ വീഴ്ചകൾ അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത വേദനകളിൽ നിന്ന് അള്ളാഹു നമ്മയേവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി